ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC 2026 നീറ്റ് പരീക്ഷയ്ക്കുള്ള സിലബസ് അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അപ്ഡേഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോഴും 2025 സിലബസ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് വന്ന ഒരു സിലബസ് തന്നെയാണ് 2026. ഒരു പക്ഷേ 2025 സിലബസിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം നമ്മൾ കണ്ടത്. കാരണം ആ സമയത്ത് ഇപ്പോൾ ബയോളജിയൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില ചാപ്റ്റേഴ്സൊക്കെ, ബയോളജി മാത്രമല്ല എല്ലാ സബ്ജക്റ്റും, ചില ചാപ്റ്റേഴ്സൊക്കെ അതുപോലെ തന്നെ മാറ്റപ്പെട്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. ചില ചാപ്റ്റേഴ്സിലെ കണ്ടൻറ്റുകൾ മാറ്റപ്പെട്ടു. പുതുതായിട്ട് NCERTയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇപ്പോൾ 2025 ശരിക്കും പറഞ്ഞാൽ NMC കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ ഒരു വർഷമായിരുന്നു. പക്ഷേ 2026 കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അവർ പബ്ലിഷ് ചെയ്ത പുതിയ ആ ഒരു സിലബസ് അനുസരിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വലിയ മാറ്റങ്ങളൊന്നും തന്നെ, വലിയ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ 2025 കമ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബയോളജിയിലുള്ള ആ ഒരു ചേഞ്ച് ഇല്ല, എന്നാൽ പോലും ബയോളജിയിൽ എന്താണ് 2026 സിലബസ് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ബയോളജിയെ പറയുമ്പോൾ 2025 സിലബസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു മാറ്റങ്ങളും ഇല്ലാതെ തന്നെ 2026 സിലബസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, നമ്മൾ NMCയുടെ സിലബസ് ഓരോ ചാപ്റ്ററിന് അല്ലെങ്കിൽ ഓരോ കണ്ടന്റിന് പറയുമ്പോഴും നമ്മൾ പഠിക്കുന്ന NCERT പുസ്തകത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ബയോളജിയുടെ സിലബസ് ഉള്ളത്. 2025 ചെറിയ മാറ്റങ്ങൾ NCERTയിൽ നിന്ന്, അതായത് പുതിയ NCERT, നമ്മൾ പുതിയ NCERT ആൻഡ് പഴയ NCERT എന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. പുതിയ NCERT തന്നെ NMCയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചില ചാപ്റ്റേഴ്സ് എടുത്ത് മാറ്റുകയും, ഇപ്പോൾ ബോട്ടണി തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ, സുവോളജി പറയുകയാണെങ്കിൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം NCERT കട്ട് ചെയ്ത് മാറ്റി. NMCയുടെ സിലബസ് പ്രകാരം അത് ഒന്ന് പുതുക്കിയാണ് പുതിയ NCERT വന്നത്. 2026 NMCയുടെ പുതിയ സിലബസ് പ്രകാരവും ആ NCERTയിലുള്ള ചേഞ്ചസ് അതുപോലെ തന്നെ, അല്ലെങ്കിൽ പുതിയ NCERT കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു സിലബസ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കഴിഞ്ഞ വർഷം മാറ്റപ്പെട്ട ചാപ്റ്ററുകൾ അതുപോലെ തന്നെ മാറിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ്, ചില കണ്ടൻറ്റുകൾ മാറിയിരിക്കുന്നു, പക്ഷേ ചില കണ്ടൻറ്റുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോൾ NCERT തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനില്ല നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു ഭാഗം ആഡ് ചെയ്യപ്പെട്ടു. അതിന് മുന്നേ വരെ പഴയ NCERT പ്രകാരം സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവിടുന്ന് എടുത്ത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു പോർഷനെ എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ശരിക്കും അത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ വരേണ്ടത് തന്നെയാണ്, അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്രാവശ്യവും അത് അതുപോലെ തന്നെ മാറുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ പ്ലാനിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കുറച്ച് ഫാമിലീസ്, NCERT പുസ്തകത്തിൽ ഇല്ലാത്ത കുറച്ച് ഫാമിലീസ് NMCയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചപ്പോഴും ആ ഫാമിലീസൊക്കെ പഠിച്ച് തന്നെയാണ് പോയത്. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ സിലബസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ബുക്കിലെല്ലാം തന്നെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് ഫാമിലീസ് നമ്മൾ പഠിച്ചു. ഈ വർഷവും അതേ ഫാമിലീസ്, അതായത് നമ്മൾ ആഡ് ഓൺ ആയിട്ട് കഴിഞ്ഞ വർഷം വന്ന പുതിയ ഫാമിലീസ് ബോട്ടണിയിൽ അത് അതുപോലെ തന്നെ തുടരുകയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ സുവോളജി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ കഴിഞ്ഞ വർഷവും നമ്മൾ പഠിച്ചപ്പോൾ പുതിയ സിലബസ് വന്നപ്പോൾ നമ്മൾ ഇൻസെക്റ്റ്, അത് ബ്രാക്കറ്റിൽ ഫ്രോഗ് എന്നിട്ടിട്ടാണ് ഒരു ഇത് വന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ പല കുട്ടികൾക്കും ഉണ്ടായിരുന്നു. നമ്മളും എന്ത് വേണം എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ നമ്മൾ രണ്ടും പഠിച്ചു, അതായത് കോക്രോച്ച് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഫ്രോഗും പഠിച്ചു. അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ ഇൻസെക്റ്റ് എന്നിട്ടിട്ട് ബ്രാക്കറ്റിൽ ഫ്രോഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു കാര്യം ഈ വർഷവും അതുപോലെ തന്നെയാണ് 2026 സിലബസ് അപ്ഡേഷനിലും വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ കോക്രോച്ചും പഠിക്കുക, അതുപോലെ തന്നെ ഫ്രോഗും പഠിക്കുക. പിന്നെ ഇതെല്ലാം തന്നെ നിങ്ങൾക്കൊരു പുതുമയല്ല, കാരണം നിങ്ങൾക്ക് നമ്മൾ ആ സിലബസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ NMC വരുത്തിയിരിക്കുന്ന ഒരു വാക്കിൽ പോലും മാറ്റം ഉണ്ടായപ്പോൾ അത് നിങ്ങളിലേക്ക് അതുപോലെ എത്തിച്ചിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകം നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും അതേ നോട്ടുകൾ അതേ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യങ്ങളല്ല എങ്കിൽ പോലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം,
കാര്യം, പ്രത്യേകിച്ചും സിലബസ് അവർ പബ്ലിഷ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ക്യൂരിയോസിറ്റിയാണ് എന്തൊക്കെ ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ ചേഞ്ച് എന്തിലാണ്, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. അതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും പറയുന്നത്. പിന്നെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ ഈ പറഞ്ഞതുപോലെ NCERT പുസ്തകത്തിലില്ലാത്ത ഫാമിലീസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സിലബസിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു. പിന്നെ ഈ ഫ്രോഗിൻ്റെയും കോക്രോച്ചിൻ്റെയും കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്ന സ്ഥലത്ത് ഫ്രോഗും കോക്രോച്ചും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഫിസിയോളജിയൊക്കെ വരുവാണെങ്കിൽ, ഹ്യൂമൻ ഫിസിയോളജിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഡിസീസുകളെയൊക്കെ കുറിച്ച് സ്പെസിഫിക്കലി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആസ്മ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് ഡിസീസിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഇച്ചിരി ഒന്ന് പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം അതൊക്കെ പ്രത്യേകം ഒരു കാർഡിയോ വാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസോർഡർ എന്നുള്ളതിനപ്പുറം ഓരോ ഡിസീസിനെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കഴിഞ്ഞ വർഷവും നമ്മൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഈ വർഷവും നമ്മൾ പഠിക്കുമ്പോൾ ആ സിലബസിൽ വന്ന മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ സിലബസ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫിസിയോളജി എടുക്കുമ്പോൾ നമ്മുടെ ന്യൂറൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം പറയുമ്പോൾ ഇയർ, ഐ തുടങ്ങിയ ഭാഗങ്ങൾ കഴിഞ്ഞ വർഷം ഒഴിവാക്കപ്പെട്ടിരുന്നു. ഈ വർഷവും അത് അതുപോലെ തന്നെ സിലബസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സെൻസ് ഓർഗൻസിൽ നമുക്ക് ഐ, ഇയർ അതൊന്നും പഠിക്കേണ്ട. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അതൊരു ആശ്വാസം തരുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ എൻ്റയർ ആയിട്ട് തന്നെ കഴിഞ്ഞ വർഷമേ മാറ്റിയിട്ടുണ്ട്. ഈ വർഷവും അത് അതുപോലെ തന്നെ തുടരുകയാണ്. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാൻസും നമുക്കിപ്പോൾ സിലബസിലില്ല. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വർഷവും ഉള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ പഴയ NCERT ഉണ്ടെങ്കിൽ ആ പഴയ NCERTയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തിയതെന്ന് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പഠിച്ചതാണ് എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ് നോക്കേണ്ടത്. പുതിയ NCERT എന്താണോ അത് തന്നെ ഫോളോ ചെയ്ത് പോവുക ആണ് ഇപ്പം നമുക്ക് ഈ സിലബസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ സിലബസിൽ ചില കാര്യങ്ങളുടെ എല്ലാം ബ്രാക്കറ്റിൽ നമ്മൾ എലിമെൻ്ററി ഐഡിയ എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഹോർമോണൽ ആക്ഷൻ, എൻഡോക്രൈൻ സിസ്റ്റം പറയുന്നിടത്ത്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പറയുന്നിടത്ത് പാർച്ചുറേഷൻ, ലാക്ടേഷൻ അവിടെ, അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ്, സ്വിഫ്റ്റ്, അതുപോലുള്ള ടെക്നോളജി, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പറയുന്നിടത്ത്, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ എലിമെൻ്ററി ഐഡിയ എന്ന് പറഞ്ഞ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെയൊക്കെ നമ്മുടെ NCERTയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് ഐഡിയ, നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഒരു അവയർനെസ് ആ രീതിയിൽ തന്നെ അത് പഠിച്ചു പോകുക. അപ്പോൾ ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രാക്ടിക്കൽസ് ഇൻക്ലൂഡഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമുക്ക് ബേസിക് ഐഡിയ എത്രത്തോളം വേണം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഐഡിയ എത്രത്തോളം വേണം അതിന് മുൻതൂക്കം കൊടുത്ത് മാറ്റങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ NMC അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അത് അതേ രീതിയിൽ ഫോളോ ചെയ്യപ്പെടുമ്പോൾ ഈ വർഷവും നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിപ്പോൾ അതേ എൻ്റെ സ്ക്രീനിൽ എന്നോടൊപ്പം ഈ വർഷത്തെ ഒരു അപ്ഡേറ്റഡ് സിലബസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പുതിയ NCERT ഫോളോ ചെയ്യുന്നു. അതിലെ മാറ്റങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് സിലബസ് ബയോളജിയാണ്. നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റുകളും, അതായത് NCERT ഏറ്റവും പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ സ്ക്രീനിലുള്ള കാണുന്നതും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും മനസ്സിലാകും. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ മാറ്റങ്ങളാണ്. അതിൽ മാറ്റങ്ങൾ, അതായത് പുതിയ NCERTയും NMC പബ്ലിഷ് ചെയ്ത സിലബസും തമ്മിലുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ NCERT, ഐ റിപ്പീറ്റ് പുതിയ NCERT എടുത്തു വെച്ച് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്മുടെ ഇപ്പം ഈ കാണിക്കുന്ന ഈ സിലബസുമായിട്ട് ഒന്ന് ഒത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിലൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ബ്രില്യൻ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ആഡ് ഓൺസ് എല്ലാം തന്നെ നമ്മൾ അതുപോലെ തന്നെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നോട്ട്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. ഇതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയിലെയും മാറ്റങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി റെഡി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒരു നല്ല വർഷം ഉണ്ടാകട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യുന്നില്ല. പകരം നമ്മൾ ചെയ്യേണ്ട ജോലി അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യും എന്ന് ഉറപ്പിക്കുക. അപ്പോൾ 2026 നിങ്ങളുടെയും അതോടൊപ്പം ഞങ്ങൾ ബ്രില്യൻറ്റിൻ്റെയും ആയിരിക്കും. അതായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.